ഇതിപ്പോ എന്തുവായി നടക്കുന്നത്? ഞാൻ ആദ്യം ഇങ്ങോട്ട് വരുന്നത് സന്തോഷമുണ്ട്. ജനകീയ സമരമാണ്. ആദ്യമായിട്ട് ലഹരിക്കെതിരെ കേരളം മൊത്തം പോരാട്ടം നടത്തുന്ന ഈ സമയത്ത് 24 ചാനൽ ഇറങ്ങി അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഞങ്ങളിവിടെ ലഹരിക്കെതിരെ 1.5 വർഷം മുന്നേ ഇവിടെ ലഹരിയുടെ ഹബ്ബായിരുന്നു. അത് ഞങ്ങള് ജനകീയ സമിതിയും എങ്ങനെ അല്ല അത് കുഴപ്പമില്ല. ഞങ്ങൾ കുറെ നാളായി വെയിൽ കൊള്ളുന്നു ഇവിടെ. ഞങ്ങൾ 78ാം ദിവസമാണ്. 5 വർഷമായ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. അധികാരികൾ ശ്രദ്ധിക്കാത്തത് മാത്രമല്ല, അധികാരികൾക്കറിയാം ഇത് 5 വർഷമായിട്ട് ദുരിതം അനുഭവിക്കുന്ന 4 പഞ്ചായത്തിലെ ആളുകൾ. ഏതൊക്കെ പഞ്ചായത്ത്? താമരശ്ശേരി പഞ്ചായത്ത്, കട്ടിപ്പാറ പഞ്ചായത്ത്, കോടഞ്ചേരി പഞ്ചായത്ത്, ഓമശ്ശേരി പഞ്ചായത്ത്. ഈ 4 പഞ്ചായത്തിലുള്ള ആളുകൾ ഈ ഫ്രഷ് കട്ട് എന്ന ഓർഗാനിക് കമ്പനി കോഴി മാലിന്യ അറിവ് കേന്ദ്രമാണ്. അവിടെ അവർ സംസ്കരിക്കാൻ അവർക്ക് അവകാശപ്പെട്ടത് 25 ടണ്ണാണ്. 200 ടണ്ണോളം ഇവിടെ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് 74 പഞ്ചായത്തും അതുപോലെ തന്നെ 6 മുനിസിപ്പാലിറ്റിയിലും ഒരു കോർപ്പറേഷനിലെയും ഈ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ചെറിയ സ്ഥലത്താണ് ഇരുതുള്ളിപ്പുഴ എന്ന് പറഞ്ഞ പഴയ കാലത്തുള്ള എല്ലാവരും കുടിക്കാനും കുളിക്കാനും ഉപയോഗിച്ച പുഴന്റെ സൈഡിലാണ് ഈ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങേക്ക് എന്താ അതിനെ കുറിച്ച് അഭിപ്രായം? അതായത് ഇന്ത്യയിൽ തന്നെ ശുദ്ധവായുവിനും ശുദ്ധജലത്തിനും വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന ഏക സമരപന്തലായിരിക്കും ഞങ്ങൾ സമർപ്പണം. അത്രയും തീവ്രമായിട്ട് ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ. അതല്ലേ, വനിതകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വീടുകളിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താ? സാർ, ഞങ്ങൾ 5 വർഷമായിട്ട് അനുഭവിക്കുന്ന ഒരു ദുരിതമാണിത്. അത് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ശുദ്ധവായു ശുദ്ധജലവും കിട്ടുന്നില്ല. ഞങ്ങൾക്ക് പല രോഗങ്ങളും അതുപോലെ തന്നെ ശരീരത്തെ ചൊറിച്ചിലുകൾ, ശ്വാസം മുട്ടലുകൾ, അങ്ങനെ പല വിധത്തിലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. പിന്നെ വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഈ ഫ്രഷ് കട്ട് എന്ന ഈ മാലിന്യ പ്ലാന്റേഷൻ അടച്ചുപൂട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം വരുന്ന തലമുറയ്ക്ക് ജീവിക്കുന്നതിന് ശുദ്ധവായു ശുദ്ധവും കിട്ടുന്നത് അത് അടച്ചുപൂട്ടിയേ മതിയാവൂ. അതേ അഭിപ്രായമാണോ? ഞാൻ ഇങ്ങോട്ട് കയറി മുഖം അങ്ങ് തിരിച്ചു കളഞ്ഞു. ഞാൻ കണ്ട് അല്ലേ. എന്താ നിങ്ങൾക്ക് വിഷമുണ്ടോ? വിഷമുണ്ടോ? എന്റെ ഭർത്താവിന് ശ്വാസം മുട്ടല. ഹോസ്പിറ്റലിൽ ഇപ്പൊ 1 മാസമൊക്കെ ഫാക്ടറി പ്രശ്നമായത് ഇവിടെ. ഇതിപ്പോ 5 വർഷമായി. അപ്പൊ എങ്ങനെയാ? ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് സമരം. ഏതായാലും ഫ്രഷ് കട്ട് ഇവിടുന്ന് മാറ്റിയിട്ടേ ഞങ്ങൾ സമരം ഇവിടുന്ന് നിർത്തും. ഇത്രയും ദിവസമായിട്ട് തീർന്നില്ല. ആശാ വർക്കേഴ്സിന്റെ സമരം പോലെ ഇങ്ങനെ പോവാണല്ലോ. കഴിഞ്ഞ നോമ്പിനൊക്കെ ഒരു ഫുൾ ടൈം ഇവിടെ തന്നെയായിരുന്നു. ഫുൾ ടൈം ഇവിടെ തന്നെയാണ്. ഞങ്ങൾ 2-2.5 മാസത്തോളമായി ഞങ്ങൾ ശ്വാസം മുട്ട് ആ വെള്ളത്തിലാണ് ഞങ്ങൾ കുളിക്കുന്നത്. ചൊറിച്ചില് 5 വർഷമായി ഈ സമരം തുടങ്ങിയിട്ട്. ഇതിൽ നിന്ന് ഇനി പിന്മാറുന്ന പ്രശ്നമല്ല. ബുദ്ധിമുട്ടുണ്ടോ? പഠിക്കാൻ പറ്റുന്നില്ല, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, നല്ല സ്മെല്ല് ഉണ്ടാവുന്നുണ്ട്. ബാല്യകാലം അതിൽ കഴിഞ്ഞു പോണ്ടതല്ലേ. ഇവരെ കുട്ടിക്കാലത്ത് കളിക്കേണ്ട ഇതൊക്കെ ഒരു മിസ്സാക്കാണ്. വെള്ളത്തിൽ കളിച്ച് നടക്കേണ്ട ആൾക്കാർ. അപ്പൊ എന്തുവാ ഉമ്മ ചെയ്യണ്ടേ? അല്ല, പൂട്ടുകല്ലാതെ എന്തെങ്കിലും വഴിയുണ്ടോ? വഴിയൊന്നുമില്ല. പൂട്ടേ മതി. ഞങ്ങൾക്ക് പോയിന്റ് എടുത്ത് താമസിക്കണല്ല. ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ വരെ വയ്യാത്ത അവസ്ഥത്തിലാണ് നമ്മളിപ്പോ നിക്കണത്. അലക്കാനൊക്കെ വീട്ടില് വെള്ളം ഇല്ലാത്ത പോയാൽ അലക്കാനും കുളിക്കാനും പറ്റുന്നില്ല അല്ലേ? കൂട്ടല്ലാതെ ഒരു വഴിയില്ല, ഒരു രക്ഷയില്ല. അതേ ഉള്ളൂ. ഇരുതുള്ളിപ്പുഴയാണ് ഇത്. ഈ പുഴയില് 5 വർഷമായിട്ട് ഞങ്ങൾക്ക് ഇറങ്ങി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ വെള്ളം കുടിക്കലും 4 പഞ്ചായത്തിലേക്ക് കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന ടാങ്ക് വരെയുള്ള പുഴയാണിത്. ഈ പുഴയില് സാറിന് തന്നെ ഇറങ്ങി ഒക്കെ അറിയാം. ഇവിടെ അടുത്ത് തന്നെ പുഴ, അടുത്ത ബാക്ക് തന്നെ. ഈ നാട്ടിലുള്ള ജനങ്ങളെ എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കും. നേതാവ് വന്നിട്ടുണ്ടല്ലോ. അതേ ഇന്ത്യയിലാണല്ലേ? ഇതാണ് ഞാൻ ഇപ്പൊ ഞാനിങ്ങനെ കണ്ടത് കോലാണിത്. മഞ്ഞപ്പാണ് ഇതിന്റെ ഇപ്പം ഇതാണ്. അല്ല, ഇതിന്റെ ഇരയാണോ? ഇതാ പ്രശ്നമല്ല സാർ, ആകെ പ്രശ്നമാണ്. കാരണം മലപ്പുറം ജില്ലയില് 18 കമ്പനികളുണ്ട്, 18 പ്ലാന്റ് ഉണ്ട്. അവിടെ കോഴിക്കോട് ജില്ലയിൽ 1 മാത്രമേ ഉള്ളൂ. ഗവൺമെന്റ് ഇത് ഒരു മുതലാളി അല്ലെ ഒരു കമ്പനിക്ക് മാത്രം അനുമതി കൊടുക്കുക വഴി അവരുടെ ആ ശേഖരണം ഒരു കേന്ദ്രത്തിലേക്ക് ആക്കുമ്പോൾ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിലേക്ക് മാലിന്യം കൊണ്ട് വമിക്കാൻ. ഇവിടെ ഇരുതുള്ളിപ്പുഴ എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുടെ ഒരു പുഴയാണത്. ആ പുഴ പൂർണ്ണമായും മലിനപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഗർഭസ്ഥ ശിശുവിനെ ചാപ്പിള്ള പ്രസവിച്ചു. അമിതമായ ഛർദി കാരണമാണ്. അപ്പൊ അങ്ങ് ജപ്പാനിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ദുരന്തത്തിന്റെ പോലെ തന്നെ ഹിരോഷിമയിൽ നാഗസാക്കിയിൽ വേട്ടയാടപ്പെടുന്ന പോലെ തോന്നുന്ന വിധത്തിലേക്ക് അതിന്റെ ചരിത്രമാണ് അനുസ്മരിക്കാൻ. അപ്പൊ ഇവിടുത്തെ ജനങ്ങള്
ഇപ്പോൾ ഗർഭസ്ഥ ശിശുക്കളെ പോലും ചാപ്പിള പ്രസവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നെങ്കിൽ വലിയ ദുരന്താണ്, ഭാവി അവതാളത്തിലാകുന്ന വലിയ പ്രശ്നമാണ്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു കൊടിയൊന്നുമില്ല. എല്ലാ ജാതി മത സംഘടനകളും ഒന്നിച്ചെന്നുകൊണ്ട് ഈ നാടിനെ രക്ഷിക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ്. ആ പോരാട്ടം ജനകീയ സമരമാണ്. ഇത്രയും ജനങ്ങൾ ഇപ്പൊ 59 ദിവസം ഈ സമരപന്തലിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇനി എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. കുറച്ച് പ്രശ്നം അതല്ല നിങ്ങൾ ആ പടം കാണിക്കൂ. ഈ പടം ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇദ്ദേഹത്തിന്റെ പടം ഇത്. മഞ്ഞപ്പിത്തം. ഈ ഇവിടുത്തെ പ്രശ്നം മൂലം ഈ വെള്ളമാണ് കുളിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ ഈ വെള്ളം ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പുഴ വെള്ളം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് വന്ന ഒരു ഭാഗമായിട്ട് വന്ന പകർച്ചവ്യാധികൾ ഉണ്ടാവുന്നുണ്ട്. ഇഷ്ടംമാതിരി ആളുകൾ മഞ്ഞപ്പിത്തം പിടിച്ച് ഈ മേഖലയിലൊക്കെ ഉണ്ട്. ഇഷ്ടംമാതിരി ആളുകളുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞാൽ ഫുള്ളായിട്ട് പകർച്ചവ്യാധികളാ. കാരണം എല്ലാവർക്കും ശ്വാസമുട്ട് പനിയാണ് എന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ശ്വാസമുട്ടും പനിയില്ലാത്ത കുട്ടികൾ നിത്യരോഗികളായി മാറുകയാണ്. സത്യസന്ധമായിട്ട് നിങ്ങളൊരു അന്വേഷിച്ച്, കാരണം ഞങ്ങൾക്ക് പറയാൻ വേറെ ആരുമില്ല. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ 1-2 തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത്. സംസാരിക്കേണ്ട സാറിനെ ഞാൻ കിട്ടണ്ടേ സാർ? ഞങ്ങൾ ഈ സമരം തുടങ്ങിയിട്ട് 5 വർഷമായെങ്കിലും ഈ 5 വർഷം വരെ ഞങ്ങൾ സമരം ചെയ്തിട്ട് ഞങ്ങൾക്ക് നീതി എന്നൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോ സാർ ഇതിൽ ലീഗലി മനസ്സിലാക്കേണ്ടത് കോഴിക്കോട് ജില്ലയിൽ മാത്രമേ ഏക പ്ലാന്റ് ഉള്ളൂ. കാരണം 150ഓളം ടണ്ണ് വേസ്റ്റ് ഉണ്ടായിട്ട് ഏക 25 ടണ്ണോളം പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കമ്പനി. അതേസമയം കേരളത്തിൽ 34 കമ്പനി ഉണ്ട്. മലപ്പുറം ജില്ലയിൽ മാത്രം 18ഓളം കമ്പനികളുണ്ട്. ഏകദേശം 350 ടണ്ണ് പ്രവർത്തിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള കമ്പനികളാണ് അതൊക്കെ. പക്ഷെ കോഴിക്കോട് ജില്ലയിൽ മാത്രം എന്തുകൊണ്ട് ഈ 30 ടണ്ണിന്റെ പ്ലാന്റ് മാത്രം പ്രവർത്തിക്കുന്നു? അതാണ് ഇവരുടെ മോണോപ്പൊളി. ഇവർ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഒരു കൂട്ടുകൃഷി. അതായത് അതിൽ ചില സർക്കാർ ഉദ്യോഗസ്ഥരുടെ സഹായം, അതുപോലെ ചില രാഷ്ട്രീയ സഹായങ്ങളൊക്കെ ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെ ഇരകൾ അനുഭവിക്കുന്ന ഈ പ്രശ്നം അഡ്രസ് ചെയ്യാൻ പറ്റാതെ ഇപ്പോൾ അതുപോലെ സാറ് ചെയ്യേണ്ടത് മറ്റൊരു കാര്യോട് ഞങ്ങൾ ബഹുമാനപൂർവ്വം ആവശ്യപ്പെടുകയാണ്. ഇന്ന് മീഡിയയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് സാറ് ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ട് കേരളത്തിലെ പല വിഷയങ്ങൾ സാറ് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വിഷയം സത്യസന്ധമായി സാറ് പഠിച്ചിട്ട് ഇതിനെക്കുറിച്ച് സാറ് റിപ്പോർട്ട് പുറത്തിട്ടാൽ മതി. അതിന്റെ ആവശ്യമുണ്ട്. മറ്റൊരു കാര്യം, ഞങ്ങളുടെ നാട്ടില് ഇരുതുള്ളിപ്പുഴ എന്ന് പറയുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പുഴയാണ്. ചുരത്തുനിന്ന് ഉത്ഭവിച്ച് ചാലിയാറ് ചേരുന്ന ഈ കാണുന്ന പിക്ചർ കണ്ടോ നിങ്ങൾ? കണ്ണുള്ളവർക്ക് ഇത് മനസ്സിലാവും. കാരണം ഇത് നെയ്യാണ്, കോഴീന്റെ നെയ്യാണ് ഈ കെട്ടിക്കിടക്കുന്നത് വെള്ളത്തിൽ. സാറിന് ഇപ്പൊ ആ കമ്പനിയുടെ അടുത്ത് വെറും ഒരു 5 മിനിറ്റോട് യാത്ര ചെയ്ത് കാണാൻ, ഈ പുഴേന്റെ അടുത്ത് എത്തിക്കാണ് സാറിന് അത് മനസ്സിലാവും. അതേപോലെ ഇവർ ചെയ്ത മറ്റൊരു കാര്യം, കമ്പനീന്റെ കോമ്പൗണ്ട് ഹാളിൽ ഇവർ കെട്ടിയിട്ടുള്ള ടാങ്കാണിത്. ഇത് 100% പുഴേന്റെ തീരത്താണ് പ്രവർത്തിക്കുന്നത്. റെഡ് കാറ്റഗറിയിൽപ്പെട്ട ഒരു സ്ഥാപനം ഒരു കാരണവശാലും ഒരു പുഴേന്റെ തീരത്ത് വരാൻ പാടില്ല. അതീവ മാലിന്യ പൊല്യൂഷൻ ഉള്ള പ്രശ്നങ്ങളാണ് റെഡ് കാറ്റഗറി കമ്പനി. ആ കമ്പനിയിൽ നിന്ന് സ്ഥിരമായിട്ട് ഇവർ മാലിന്യം ഒഴുക്കുന്ന ചിത്രമാണിത്. രണ്ടാമത് ഇവര് ടാങ്ക് കെട്ടി പൊക്കിയ സമയത്ത് ഈ ടാങ്കിന്റെ സൈഡിൽ താഴെയായിട്ട് ഇവർ വെച്ച 12 ഇഞ്ച് വ്യാസമുള്ള പൈപ്പാണിത്. ഈ പൈപ്പിന്റെ അകത്തോടെ വലിയ വേസ്റ്റ് സ്ഥിരമായിട്ട് പുറത്തേക്ക് വിടുകയാണ്. നമ്മളൊരു പ്ലാസ്റ്റിക് കത്തിച്ചു കഴിഞ്ഞാൽ ഫൈനാണ്. എന്തുകൊണ്ട് ഇത്രയും കുടിവെള്ള പദ്ധതിയുള്ള ജലസ്രോതസ്സായ ഇരുതുള്ളിപ്പുഴയിലേക്ക് പച്ചയിൽ 5 വർഷമായിട്ട് മാലിന്യം ഒഴുക്കിയിട്ട് ഈ നിമിഷം വരെ ഒഴുക്കിക്കൊണ്ടിട്ടും ഈ സമയം വരെ നടപടി സ്വീകരിക്കും? 24 ഞങ്ങളെ കളക്ടറേറ്റ് മാർച്ച് ഉണ്ട്. ഈ 24 തീയതി രാവിലെ 10. ഈ 30 തീയതി പൊല്യൂഷന്റെ ലൈസൻസ് തീരാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ പൊല്യൂഷൻ പുതുക്കി കൊടുക്കുക. ഇപ്പൊ കട്ടിപ്പാറ പഞ്ചായത്ത് സ്റ്റോപ്പമ്മ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ മറ്റൊരു മാലിന്യ പ്ലാന്റ് ഇല്ല എന്നത് കരുതിക്കൊണ്ടു കലക്ടർ കൊടുത്തതാണിത്. കലക്ടർ റിപ്പോർട്ടിൽ കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത് 90 ടണ്ണ് സാധനം ഇവിടെ കൊണ്ടുവരുന്നുണ്ടെന്നാണ് കലക്ടർ കൊടുത്ത അഫിഡവിറ്റ്. ഏതായാലും ഞങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങളൊരു അന്വേഷണം അന്വേഷിച്ചിട്ട് നിങ്ങൾ ആ റിപ്പോർട്ട് ഒന്ന് ഒന്നാം വാർഡ് മെമ്പറാണ് കൂടത്തായില്. പിന്നെ എന്റെ വാർഡിൽ തന്നെ ഒരു 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന സെന്റ് മേരീസ് ഹൈസ്കൂൾ കൂടത്തായി. അവിടെയുള്ള അധ്യാപകരും കുട്ടികളും ഈ പ്രദേശങ്ങളിലുള്ളതാണ്. അപ്പൊ അവര് പറയുന്നത് വീട്ടിലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയില്ല, സ്കൂളിൽ നിന്ന് പഠിക്കാനും. അവർക്ക് പഠിക്കേണ്ട ആ സമയത്ത് ഇതിനൊന്നും സാധിക്കാത്തൊരവസ്ഥയാണ്. അതേപോലെ നിരവധി രോഗികൾ വീടുകളിൽ കിഡ്നി പേഷ്യൻസ് ആയിട്ടും ക്യാൻസർ അവരെങ്ങോട്ട് പോകും? ഞങ്ങൾക്ക് സമരപ്പന്തലിൽ വന്നിരിക്കുക. 78 ദിവസമായിട്ട് ഞങ്ങൾ സമരപ്പന്തലിൽ വന്നിരിക്കുന്നു. അവരെങ്ങോട്ട് പോകും? ഒരു ചൊറച്ചിൽ വരുന്നത് ഈ പുഴയുടെ വെള്ളം ഉപയോഗിക്കുന്നതാണ്. ഈ വെള്ളം ഉപയോഗിക്കുന്നതാണോ? ആ പുഴയുടെ നമ്മൾ നോക്കും കേട്ടോ, തീർച്ചയായിട്ടും. മക്കളെ, നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു 7 മണി 9 മണി ആകുമ്പോഴേക്കും ഈ സ്മെല്ല് വന്നിട്ട് ഞങ്ങൾക്ക് സഹിക്കാനാവില്ല. വാതിലും ചെതിലും അടിച്ചിട്ട് കറണ്ട് പോകുമ്പോ ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കേണ്ട അവസ്ഥ വരും. നല്ല സ്മെല്ലും വരും. അമ്മോളോ? അധികം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്.
എന്തൊക്കെ ബുദ്ധിമുട്ടാണുള്ളത്? ഞങ്ങൾക്ക് വിരുന്നാര് വന്ന ഓൾക്ക് പോലും ഉറങ്ങാൻ പറ്റൂല, പഠിക്കാൻ പോലും പറ്റൂല. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം ബുദ്ധിമുട്ടാണോ? ഇന്നലെ രാത്രി നല്ല സ്മെല്ല് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. പണ്ടൊക്കെ നല്ലോണം പുഴയിലൊക്കെ പോവലുണ്ടായിരുന്നു, ഇപ്പൊ ഞങ്ങൾക്ക് പുഴ പോകാൻ ഇഷ്ടമല്ല, കാരണം അത്രയും സ്മെല്ലുണ്ട് അല്ലേ? ഓക്കെ മക്കളെ, ശരി നോക്കാം നമുക്ക്. ഞങ്ങൾക്ക് ഒന്ന് മാത്രമാണ് ആവശ്യപ്പെടാനുള്ളത്, ഞങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാറിന്റെ ഈ മാധ്യമ ധർമ്മം 100% ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം സാർ. എന്നെ ആര് രക്ഷപ്പെടുത്തും? ഞങ്ങൾ രക്ഷപ്പെടുത്തും 100%. ഇത് കഴിഞ്ഞാൽ ഒരു സ്വീകരണം കൂടെ സാറിന് ഞങ്ങൾ 4000-ഓളം ജനങ്ങളെ തരും സാർ. ഞങ്ങൾ പറയാൻ നോക്കും, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. ദൈവം രക്ഷപ്പെടുത്തും. വിവാദങ്ങൾ